ഇസ്രായേലിന്റെ ശത്രുക്കളെ എവിടെ ഒളിച്ചിരുന്നാലും ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും ഇസ്രായേൽ തീർക്കും. അത് തന്നെയാണ് ഇന്നലെ നാം കണ്ടത്. ഖത്തറിലാണല്ലോ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. അതെ, അത് അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ഇതുവരെ ആക്രമണം നടത്തിയിട്ടില്ല. യമനിലേക്കും ലെബനനിലേക്കും ഒക്കെ അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. സിറിയയിലേക്ക് വരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാനിലേക്ക് അതിശക്തമായിട്ടുള്ള ഒരു പ്രകമ്പനം അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ഫലം എന്തായാലും ശരി, അത് ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടുണ്ട്. തിരിച്ചാരും ഒന്നും വലുതായിട്ട് ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ പ്രിസിഷനോട് കൂടിയുള്ള, കൃത്യതയോട് കൂടിയുള്ള ഒരു മിസൈൽ വിന്യാസമാണ് നടത്തിയിരിക്കുന്നത്. അത് ഏതാണ്ട് 1000-ഓളം കിലോമീറ്റർ അകലെയുള്ള ഖത്തറിന് തലസ്ഥാനം ദോഹയാണ്. ദോഹയ്ക്ക് അടുത്തുള്ള കഥാരിയ എന്നുള്ള സ്ഥലം, അവിടെ ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിൽ ഹമാസ് നേതാക്കൾ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ആ മിസൈൽ പാഞ്ഞ കൃത്യമായ ലക്ഷ്യത്തിൽ, നോക്കണം, 1000 കിലോമീറ്റർ അകലെ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം മാത്രം കണ്ടുപിടിച്ച് അവിടെ തന്നെ ചെന്ന് ഈ മിസൈൽ പതിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കമാൻഡർ ഇൻ ചീഫായിട്ട് ചാർജുള്ള ആളുടെ മകൻ മരിക്കുകയും ചെയ്തു. അദ്ദേഹം മരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ ഇസ്രായേൽ പറയുന്നത് തങ്ങളുടെ ലക്ഷ്യം സാധിച്ചു, ഇനിയിപ്പോൾ ഞങ്ങൾ ആക്രമണത്തിനൊന്നുമില്ല, ഇത് ടാർഗറ്റ് ചെയ്യും. പലരും പറയുന്നുണ്ട് യെറൂസലേമിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം നടന്നു. അവിടെ 6ഓളം ഇസ്രായേലുകാർ, അതാരാണ് മരിച്ചതെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് വേണം കരുതാം. കാരണം ഇസ്രായേലിന്റെ ഭാഗമാണ് യെറൂസലേം. ഇപ്പോൾ യെറൂസലേമിലെ സ്വർഗദൂത എന്നുള്ള പാട്ടിലൊക്കെ പറയുന്നത് അതേ യെറൂസലേം തന്നെയാണ്. ജെറുസലേം എന്ന് പറഞ്ഞ് എഴുതപ്പെടുന്നത്. അപ്പൊ അവിടെ പോയി കൃത്യമായിട്ട് ഈ ആക്രമണം യെറൂസലേമിൽ നടന്ന ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പ്രതികാരമായി ചെയ്തു പറയുന്നു. യെറൂസലേമിൽ ഈ ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. അത് നടത്തിയ ആൾക്കാരെ ഹമാസിന്റെ കമാൻഡർ ഇൻ ചീഫ് അദ്ദേഹം തന്നെ അഭിനന്ദിച്ചിട്ടു. അപ്പൊ ആ അഭിനന്ദനത്തിനുള്ള ഒരു പ്രതികാരമായിട്ടുള്ള നടപടിയായിട്ട് വേണം ഇതിനെ വീക്ഷിക്കാൻ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീജിത്തെ, എല്ലാവരും പറയുന്നു ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണം, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. പക്ഷെ ഇങ്ങനൊരു ഓപ്പറേഷൻ അവർക്ക് നിർവഹിക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഒന്നാമത്തെ പെർമിഷൻ ബിഗ് ബ്രദറായിട്ടുള്ള അമേരിക്ക, രണ്ടാമത്തെ പെർമിഷൻ ഈ മിസൈൽ കടന്നു പോകുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെ നേരെ അങ്ങ് ചന്ദ്രനിൽ ചെന്നിട്ട് സാറ്റലൈറ്റ് വഴിയൊന്നും അയക്കാൻ പറ്റില്ല, ആകാശത്തിലൂടെയാവും. ആകാശത്തിന്റെ നിശ്ചിത ഉയരം എന്ന് പറയുന്നത് ആകാശം. ഇപ്പോൾ ഇന്ത്യയുടെ സ്പഷ്ടമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയും, ഇന്ത്യക്ക് ഇപ്പോൾ പാകിസ്ഥാന്റെ മുകളിൽ കൂടി അവരുടെ വിമാനങ്ങൾ പറത്താൻ കഴിയില്ല. കാരണം എന്താ? അതിന്റെ എയർ സ്പേസ് എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാന്റെ കൈവശമുള്ളതാണ്. ഇപ്പൊ അതിനു മുകളിലുള്ള ഭൂഗുരുത്വ മേഖലയ്ക്ക് മുകളിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആരുടെയും സ്വന്തമല്ല. ഇന്ത്യയുടെ സാറ്റലൈറ്റുകൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, ഒരു പാകിസ്ഥാനും തടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ മിസൈലുകൾ പോകുന്നത് ഗുരുത്വ പരിധിക്ക് അപ്പുറമല്ല, താഴെ കൂടെ പോയേ പറ്റും. കണ്ടിലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ആ കൺട്രോൾ വേണമെങ്കിൽ സൗദി അറേബ്യയുടെ അനുമതി വേണം, മൗന അനുവാദത്തിലും വേണം. രണ്ടാമത്തെ കാര്യം, ഇത് കടന്നു പോകുന്നത് യോർദാനിൽ കൂടിയുണ്ട്. അങ്ങനെ അയക്കാൻ പറ്റും. രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഭൂമിശാസ്ത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. യോർദാന്റെ പെർമിഷൻ അങ്ങനെ. പിന്നെ കൃത്യമായിട്ടും ഇത് വേണം. ഖത്തർ എന്ന് പറയുന്നത് അമേരിക്ക എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമായിട്ട് വിന്യസിച്ചിട്ടുള്ള സ്ഥലമാണ്. അത് നമുക്കറിയാം. അമേരിക്കയുടെ വിന്യാസം അവിടെ ഉണ്ട്, എയർ കമാൻഡ് സിസ്റ്റം അവിടെ ഉണ്ട്. അതിന് നേരെയാണ് പണ്ടൊരിക്കൽ അവരുടെ സൈനിക താവളത്തിന് നേരെയാണ് പണ്ടൊരിക്കൽ ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചപ്പോൾ ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടത് ഖത്തറിന് നേരെ. മനസ്സിലാക്കണം. അപ്പൊ അത്ര ശക്തമായിട്ടുള്ള മിസൈൽ വേദ സംവിധാനങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അമേരിക്ക. അപ്പൊ ഖത്തറിന്റെയും പെർമിഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ സംശയിക്കുക, എന്തുകൊണ്ട് ഇവരെല്ലാം പറയുന്നു ഇതിനെ ആക്രമിക്കുന്നു, അവലപിക്കുന്നു? ഇതൊക്കെ ഒരു നയതന്ത്ര തന്ത്രം മാത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരറിയാതെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇസ്രായേലിൽ നടത്താൻ കഴിയില്ല. കാരണം ഇവിടെ പശ്ചിമേഷ്യ മുഴുവൻ ചോരയിൽ ഇങ്ങനെ മുങ്ങുമ്പോൾ, ചോര കൊണ്ട് കശ്മലമാകുമ്പോൾ അതിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളാണ്.
അവർ മാത്രമല്ല, നമ്മുടെ ആൾക്കാർ അവിടെ പണി ചെയ്യുന്നുണ്ട്, അവരും കൂടിയാണ്. വല്ലാത്ത ദുരിതമാണ്. ഹമാസ് അതിൻ്റെ പോരാളികൾ അവിടെ യുദ്ധം നടത്തുമ്പോൾ അതിന്റെ നേതാക്കളും കമാൻഡർമാരും അങ്ങ് അകലെ ഖത്തറിലും ദോഹയിലും വരുന്നത് ആഡംബര മുറികൾക്കുള്ളിൽ അതിന്റെ കോസി കംഫർട്ടിൽ ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിച്ച് ആസ്വദിക്കുക. കാരണം ഒറ്റ ഗ്യാരണ്ടി, ഗൾഫിലോട്ട് അവരെ ആക്രമിക്കാൻ വരില്ല എന്നുള്ള ഗ്യാരണ്ടിയുടെ പുറത്ത് ആ ഗ്യാരണ്ടിയാണ് ഇന്നലെ തകർന്നു വീണിരിക്കുന്നത്. മനസ്സിലായി. പക്ഷെ ഇന്ത്യക്കാർ കൊണ്ടുള്ളതൊന്നും ഇന്ത്യൻ താല്പര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ചത്. കാരണം ഇന്ത്യൻ താല്പര്യം വെച്ചുകൊണ്ട് തന്നെ, മറ്റൊന്നുമല്ല. അതുപോലെ അമേരിക്ക, വേറൊരു രഹസ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്, ദുരൂഹത കൂടിയുണ്ട്. അമേരിക്ക ഖത്തറിന്റെ അമീറുമായിട്ട് സംസാരിച്ചു, ട്രംപ് തന്നെ നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖത്തറിനെ ഈ വിവരം മുൻകൂട്ടി ഞങ്ങൾ അറിയിച്ചിരുന്നു. ഇവർ തമ്മിൽ ചർച്ച നടന്നത് എന്താണെന്നുള്ളത് വ്യക്തമല്ല. അതിനുശേഷം ട്രംപ് പറഞ്ഞത് ഖത്തറിനെ ഇങ്ങനൊരു ആപത്തുണ്ടാവാൻ പോകുന്നു എന്ന് ഞങ്ങൾ അറിയിച്ചിരുന്നു എന്നാണ്. ഖത്തർ അമീർ അദ്ദേഹം അങ്ങനെ കള്ളം പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഇത് കള്ളമാണ്, അമേരിക്ക ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കും. അല്ല, അറിയിച്ചാൽ ഹമാസിന്റെ നേതാക്കൾ അവിടെ നിന്ന് സ്വാഭാവികമായി മാറിപ്പോകുമല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞത്, ഖത്തറിന് പോലും അവരെ അവിടെ വെച്ച് വാഴിക്കുന്നത് ഇഷ്ടമുള്ള കാര്യം വലിയ തലവേദനയായിട്ട് വന്നിരിക്കുക, വലിയ ബാധ്യതയായിട്ട് വന്നിരിക്കുക. കാര്യം എന്താ, പണ്ടത്തെ സ്ഥിതിയല്ല ഇപ്പോ. അവരുടെ അടിവേരുകൾ ഓരോന്നായിട്ട് ഇസ്രായേൽ അറുത്ത് കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഉള്ളവരെ ടാർഗറ്റ് ചെയ്യാനായിരിക്കും ഇസ്രായേൽ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു തലവേദന ഉണ്ടാവാൻ ഒരൊറ്റ ഗൾഫ് രാജ്യവും ഇന്നത്തെ സ്ഥിതിയിൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ കുവൈറ്റ് പോലും അമേരിക്കയുടെ സഹായം ചെയ്തത്. ടോമോഹോക്ക് നമ്മൾ കണ്ടതല്ലേ, ടോമോഹോക്ക് മിസൈലുകൾ എതിരെ പായിച്ചുകൊണ്ടാണ് അമേരിക്ക കുവൈറ്റിനെ രക്ഷിച്ചു തന്നത്. സദ്ദാം ഹുസൈനാണ് ഇറാഖിന്റെ ഭരണമേധാവി, ബാത്തിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ടുള്ള സദ്ദാം ഹുസൈനാണ് ഒരു ആക്രമണം നടത്തിയത്. അതിനുശേഷം ഇറാനാണ് പിന്നൊരു ആക്രമണം ഗൾഫിലേക്ക്. അതിൻ്റെയൊക്കെ ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ് നമ്മൾ. പേടിയും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങൾ, അംഗഹാനി ഒക്കെ സംഭവിച്ചു ഇറാഖ് നടത്തിയ ആക്രമണത്തിന്റെ ഫലം. പലർക്കും ജോലിയും നഷ്ടപ്പെട്ടു. അതൊക്കെ നമ്മൾ മറന്നുപോയി. അപ്പൊ അത് അല്ലാതെ ഇസ്രായേൽ ഇന്ന് വരെ ആക്രമണം നടത്തിയിട്ടില്ല. അവർ ടാർഗറ്റ് ചെയ്ത ലക്ഷ്യം സാധിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു കമാൻഡർ ഇല്ല ഹെസ്ബുള്ളയ്ക്ക്, ഹമാസിന്. ആ ഹമാസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ആളിനെ കൊന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ദുരൂഹമാണ്. ഇസ്രായേൽ പറഞ്ഞു കൊന്നിട്ടുണ്ടെന്ന്, ഖത്തറും അതുപോലെ ഹമാസും പറയുന്നു ഇല്ല എന്ന്. എന്തായാലും അദ്ദേഹത്തിന്റെ മകനെ അവർ വധിച്ചിട്ടാണ് പോകുന്നത്. ഇനി ഒരു ഓപ്പറേഷൻ ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഒരു ഉറപ്പും കൂടിയാണത്. അപ്പൊ അവരുടെ അമേരിക്ക കുറച്ച് നാളുകളായി പറയുന്നുണ്ടല്ലോ ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോഴും കൂടുതൽ ശക്തമാകുകയല്ലേ? സത്യമാണ്. ട്രംപ് പറയുന്നത് എല്ലാം കള്ളമാണെന്നുള്ളതിന് മറ്റൊരു തെളിവ്. സാധാരണഗതിയിൽ ഈ അറബ് ലീഗുകാർ അങ്ങനെ കള്ളം പറയുന്നവരല്ല, അപൂർവമായിട്ടേ പറയാറുള്ളൂ. അവര് കാരണം ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെ കള്ളം പറയുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധ്യമാർക്കുള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആള് എന്നെ ഇത് അറിയിച്ചില്ല ട്രംപ് എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും സത്യം. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ അമേരിക്ക പറഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ യുദ്ധം നിർത്തിയതെന്ന് ഇന്ത്യ പറഞ്ഞത് സത്യമാണ്. ട്രംപ് പറയുന്ന കള്ളം. ട്രംപ് ഇങ്ങനെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു. ഇസ്രായേൽ യുദ്ധം ഞാനിപ്പോൾ നിർത്താൻ പോവുക, ട്രംപ് പുടിനോട് ഞാൻ പറഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് എന്തെങ്കിലും നടന്നു. കാനഡ ഇപ്പൊ ഞാൻ വിലയ്ക്ക് വാങ്ങിക്കാൻ പോവുക, അതുപോലെ ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരു കുന്തവും നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ട്രംപാണ് കള്ളം പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അമീർ അങ്ങനെ കള്ളം പറയാൻ സാധ്യതയില്ല. മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിലും ഇസ്രായേൽ തീർച്ചയായിട്ടും മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തിരിക്കണം. ഇതാണ് എല്ലാ യുദ്ധത്തിലും പാലിക്കാറുള്ള ഒരു കാര്യമാണ്. ആക്രമണം ഞങ്ങൾ നടത്താൻ പോകും. ഇതേ നമ്മൾ ജയശങ്കർ പറഞ്ഞുള്ളൂ. നമ്മൾ നേരത്തെ അവരെ അറിയിച്ചിരുന്നു, ഞങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ പോകും. ഇത് യുദ്ധത്തിന്റെ മര്യാദയാണ്. ഇതൊന്നും വിവരമില്ലാതെ അതിനെ ഇന്ത്യ എന്തിനാ മുൻകൂട്ടി പറഞ്ഞെന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഡ്ഢിയായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊന്നും പഠിക്കാതെ വിവരക്കേടുകളും വിളമ്പിക്കൊണ്ട് ഇന്ത്യക്കാരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി കൊണ്ടിരിക്കുന്നതെന്ന് കൂടി ഈ സന്ദർഭത്തിൽ